കാസർഗോഡ് ബേവിഞ്ചിയിൽ ജീവനൊടുക്കുമെന്ന ഭീഷണി മുഴക്കിയ കുടുംബത്തിന് മുന്നിൽ വഴങ്ങി ദേശീയപാത അതോറിറ്റി. വീട് ഇന്ന് പൊളിക്കില്ലെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് ശേഷം മാത്രം തുടർ നടപടിയെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. സരീഷ് പി കെ ചേർന്നു. സരീഷ്, സമവായ ശ്രമങ്ങൾ അങ്ങനെ നടക്കുന്നു. ഇന്നത്തേക്ക് പൊളിക്കില്ല എന്ന് പറയുമ്പോൾ ഈ ചർച്ചകൾ ഏത് ദിവസമായിരിക്കും, എങ്ങനെയായിരിക്കും മറ്റു പ്രതീക്ഷകളുള്ളത്? എന്നെ നെല്ലിക്കുന്നതിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ചർച്ചകൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേശീയപാത അതോറിറ്റി. പക്ഷേ ഇപ്പോൾ, അതായത് ഇന്ന് ഈ വീട് ഏറ്റെടുക്കുകയോ പൊളിക്കുകയോ ചെയ്യില്ല എന്നൊരു ഉറപ്പ് MLAക്ക് NHA, അതായത് ദേശീയപാത അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നടപടി വേണമെങ്കിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥലം അളവും ഏറ്റെടുക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുകയും ജനുവരിയിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയിൽ ഈ വീട് ഉൾപ്പെടുകയും ഈ വീടിൽ വാസയോഗ്യമല്ല, ഇത് പൊളിക്കേണ്ടി വരും, അതിന്റെ മുൻഭാഗം പൊളിക്കേണ്ടി വരും എന്ന ഈ കുടുംബത്തെ അറിയിച്ചതുമാണ്. അതിനുശേഷം കുടുംബമാണ് കോടതിയിലേക്ക് പോയത്. അതിനാൽ മാത്രമാണ്, അതായത് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നതിനാൽ മാത്രമാണ് ഈ തുക അല്ലെങ്കിൽ ഈ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനുശേഷം തങ്ങൾക്ക് അനുകൂലമായി, അതായത് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറ്റാച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടക്കുന്നത് എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പോൾ നെല്ലിക്കുന്നുമായുള്ള സംസാരത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ തുടർ നടപടികൾ, അതായത് ഇവരുടെ പറമ്പിലേക്ക് കയറുകയോ സ്ഥലത്തേക്ക് കയറുകയോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുകയോ ചെയ്യില്ല. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ കോടതി വിധി ഈ വീട്ടുകാർക്ക് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നഷ്ടപരിഹാര തുക അത് പൂർണ്ണമായി തങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ ഈ വീട്ടിൽ നിന്നും പിന്മാറൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങൂ എന്നുള്ള സമീപനമാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഈ ഗൃഹനാഥന്റെ മകനാണ് ഇപ്പോൾ സിലിണ്ടറും അതോടൊപ്പം തന്നെ പെട്രോളുമായി വീടിന്റെ 1ാം നിലയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ളവരുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയപാത അതോറിറ്റി എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ഇവരുമായി കുടുംബവുമായി ചർച്ച നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഇവരുടെ ഈ മതിൽ, ആദ്യഘട്ടത്തിൽ മതിൽ പൊളിച്ചിരുന്നു, അതിനുശേഷം ആ മതിലിന് ഇപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൂ എന്ന എന്താണെങ്കിലും സമവായ ചർച്ചകൾ എന്താണെങ്കിലും അവിടെ നടന്നു വരുന്നതായാണ് സരീഷ് പി കെ പറയുന്നത്.